പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഞാൻ പറയാം. ഒന്ന്, ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കുക. നിങ്ങൾ ഒറ്റക്കാണ് പഠിക്കുന്നതെങ്കിൽ, ഇൻഡിവിജ്വലാണ് നിങ്ങളുടെ പഠനമെങ്കിൽ, അവിടെ ഒരു 40 മിനിറ്റിനിടയിൽ ഒരു ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്ക് 3 മിനിറ്റിന് താഴെ മതി. 3 മിനിറ്റിന് താഴെ മതി. 40 മിനിറ്റിനിടയിൽ ബ്രേക്ക് എടുത്ത് പഠിക്കുക. അതിൽ ഒരു മുറുക്ക് വെള്ളം കുടിക്കുക. വായിൽ നിറയെ എടുക്കുന്ന വെള്ളം, അത് 3 മുറുക്ക് വരെ ആകാം. ഓവറായിട്ട് വെള്ളം കുടിക്കുന്നതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഹെൽത്തി അല്ല. ദാഹം ഉണ്ടെങ്കിൽ കുടിക്കാം, അതേസമയത്ത് ദാഹമില്ലാതെ ഓവറായിട്ട് വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ഒരു 3 മുറുക്ക് വെള്ളമെങ്കിലും 40 മിനിറ്റിനിടയിൽ കുടിക്കുന്നത് നല്ലതാണ്. അത് ഒരു ബ്രെയിൻ ജിം കൂടിയാണ്. ബ്രെയിൻ ജിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ, പ്രത്യേകിച്ച് മൈൻഡിനെ നന്നായി സ്വാധീനിക്കുന്ന, ഫിസിക്കലി സ്വാധീനിക്കുന്ന ഒന്നാണ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ വലിയ ഘടകമാണ്, നിങ്ങൾക്കറിയില്ലേ? ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിലെ എല്ലാ ഇന്റേണൽ ഓർഗൻസും, എസ്പെഷ്യലി ബ്രെയിൻ, എന്ത് ചെയ്യണം? നനഞ്ഞ് പുതിർന്ന് കിടക്കണം. വെള്ളത്തിൽ പുതിർന്ന് കിടക്കണം, വെള്ളത്തിൽ കുതിർന്ന് കിടക്കണം, വെള്ളം നിറഞ്ഞു കിടക്കണം. ഇതാണ് ഹൈഡ്രേഷൻ. ഡീഹൈഡ്രേറ്റഡ് ആകും നിങ്ങൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വർക്ക് ചെയ്യുമ്പോൾ. പഠിക്കുമ്പോൾ, ഒരു മണിക്കൂർ പഠനം നടക്കുമ്പോൾ, അതുപോലെ വളരെ ഗഹനമായ വായനകൾ നടത്തുമ്പോൾ, 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഡ്രൈ ആകും, ഹൈഡ്രേറ്റഡ് ആകും, ഡീഹൈഡ്രേറ്റഡ് ആകും. അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആകുന്ന സമയത്ത് ഉറക്കം വരികയോ മൂഡ് ഓഫ് വരികയോ ചെയ്യും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു മുറുക്ക് വെള്ളം കുടിക്കുക. ജസ്റ്റ് ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ഉള്ള ഒരു 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൽ സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ്. സ്ട്രെച്ച് ചെയ്യുന്ന അറിയില്ലേ? മലയാളത്തിൽ താടാസനം എന്നാണ് പറയുക. സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കിടന്നിട്ട് ചെയ്യാം, നിന്നിട്ടും ചെയ്യാം. കൈയും കാലും ഉൾപ്പെടെ പൂർണ്ണമായി വലിച്ച് നീട്ടി സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ രൂപം. ഇനി അറിയില്ലെങ്കിൽ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് ഒന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ കാണിച്ചു തരും, വീഡിയോ തന്നെ കിട്ടും. കിടന്നിട്ട് ചെയ്യാം, നിന്നിട്ട് ചെയ്യാം. സ്ട്രെച്ച് ചെയ്യുക, ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ്. നെർവസിന് ബ്രേക്ക് ഇല്ലാതിരിക്കാൻ അത് നല്ലതാണ്. ഒരേ ഇരുത്തം 1 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുന്നത് നല്ലതല്ല. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് എഴുന്നേറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റുകൾ: ഒന്ന്, ദീർഘസമയം പഠിക്കാതിരിക്കുക. രണ്ടാമത്തെ ഒരു വിഷയം, പഠിക്കുന്ന വിഷയങ്ങളെ കീവേഡിലേക്ക് ഷോർട്ട് ചെയ്ത് ശീലിക്കുക. പഠിക്കുന്ന വിഷയത്തെ കീവേഡിലേക്ക് ഷോർട്ട് ചെയ്ത് ശീലിക്കുക. ഇത് PSC പോലെയുള്ള പഠനങ്ങൾക്ക് പോലും ഉപകാരപ്പെടുന്നത്. കീവേഡിലേക്ക് ഷോർട്ട് ചെയ്യേണ്ടത് എങ്ങനെ? നിങ്ങളൊരു പാരഗ്രാഫ് പഠിച്ചു. ആ പഠിച്ച പാരഗ്രാഫിനെ അതിലെ ഒരു വേർഡ് എടുത്താൽ ആ വേർഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പാരഗ്രാഫിനെ ഷോർട്ട് ചെയ്യാം. ഒരു പാരഗ്രാഫിനെ ഒരു വേർഡ് കൊണ്ട് ഷോർട്ട് ചെയ്യാം. ഇതിനാണ് കീവേഡ് സിസ്റ്റം എന്ന് പറയാം. മൂന്നാമത്തെ ഒന്നാണ്, ഇപ്പൊ ഇന്ത്യയിലെ വേറിട്ട വഴികളിലൂടെ ജീവിത വിജയം നേടിയവരെന്ന അർത്ഥത്തിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. മുംബൈക്കാരിയായ രശ്മി ബെൻസാൽ എഴുതിയ ഒരു പുസ്തകം. അതിന്റെ മലയാളം കറന്റ് ബുക്സ്, DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കഥ പറയുന്നുണ്ട്. സൂപ്പർ 30 ട്യൂഷൻ, JEE പോലെയുള്ള എൻട്രൻസ് എക്സാമുകളിൽ ബീഹാറിലെ ഒരു സെന്ററിൽ നിന്ന് 33 പേരെ വരെ ഒരു വർഷത്തെ ഒരു ചാൻസിൽ തന്നെ JEE എക്സാമുകളിൽ സെലക്ഷൻ നൽകാൻ കാരണമായ ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് സൂപ്പർ 30 ട്യൂഷൻ എന്ന് ആ സംവിധാനത്തിന് പേര് വരാൻ കാരണം. അതിൽ ഉപയോഗിച്ച സ്റ്റഡി മെത്തേഡായിരുന്നു ക്വസ്റ്റ്യൻ മേക്കിംഗ്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. നിങ്ങളൊരു പാരഗ്രാഫ് പഠിക്കുകയാണെങ്കിൽ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചതിന് ശേഷം അതിൽ മാക്സിമം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് നല്ല പഠനമാണ്. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയത് കീവേഡ് സിസ്റ്റത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക്,
ഞാനിപ്പോൾ എത്ര എണ്ണം പറഞ്ഞു? ഒന്ന്, ടൈം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. 2, കീവേഡ് സിസ്റ്റം പറഞ്ഞു. 3, ക്വസ്റ്റ്യൻ മേക്കിംഗ് പറഞ്ഞു. 4-മത്തത് സ്ട്രോങ് റിവിഷൻ ടെക്നിക്. സ്ട്രോങ് റിവിഷൻ ടെക്നിക് മെമ്മറിയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പ്രഗത്ഭരുടെ ടെക്നിക്കുകളാണ് സ്ട്രോങ് റിവിഷൻ ടെക്നിക്കുകൾ എന്ന് നാം സൂചിപ്പിക്കുന്നത്. നേരെ ചിലപ്പോൾ നിങ്ങൾ സ്ട്രോങ് റിവിഷൻ എന്ന് ചോദിച്ചാൽ കിട്ടിക്കോളന്നില്ല. ഇത് നാം ഹാപ്പി സോൺ സിസ്റ്റത്തിനിടയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ടാക്കിയത്. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ഇന്ന് പഠിക്കുന്നൊരു പാഠം, ആ പാഠത്തെ നിങ്ങൾ ഷോർട്ട് ചെയ്ത് അതിനൊരു സ്പെഷ്യൽ നമ്പറോ അല്ലെങ്കിൽ സ്പെഷ്യൽ പേരോ കൊടുക്കുന്നു. ഉദാഹരണത്തിന് കെമിസ്ട്രി പഠിക്കുന്നു. കെമിസ്ട്രിയിലെ 3-മത്തെ ചാപ്റ്റർ 3 പാർട്ടാക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതിൽ 1-മത്തെ പാർട്ട് ഇന്ന് പഠിച്ചു. അപ്പോൾ കെമിസ്ട്രി 3/1. ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിലെ ഇന്നത്തെ പേജിൽ മെൻഷൻ ചെയ്തു. ഇന്ന് പഠിച്ചതാണ്. നാളത്തെ പേജിലും നിങ്ങൾ മെൻഷൻ ചെയ്തു. 7-മത്തെ ദിവസത്തെ 30-മത്തെ ദിവസത്തെ പേജുകളിലും മെൻഷൻ ചെയ്തു, അടയാളപ്പെടുത്തി വെച്ചു. 90-മത്തെ പേജിലും അടയാളപ്പെടുത്തി വെച്ചു. നിങ്ങൾ ഈ ഡയറി എല്ലാ ദിവസവും ചെക്ക് ചെയ്യും. നാളെ നിങ്ങൾ ഇന്ന് 40 മിനിറ്റ് എടുത്ത് പഠിച്ച അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്ത് പഠിച്ച പാഠം നാളെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ 1 മിനിറ്റോ 2 മിനിറ്റോ മാക്സിമം 3 മിനിറ്റോ മതിയാകും. Am I correct? ഇന്നെടുത്ത് 1 മണിക്കൂർ വേണോ നാളെ വീണ്ടും അത് ഓർക്കാൻ? വേണ്ട, ചെറിയ സമയം മതിയാകും. 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ മതിയാകും. നാളത്തെ പഠനം അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇന്നലെ പഠിച്ചതിന്റെ കുറിപ്പെടുത്ത് നോക്കുന്നു. ആ കുറിപ്പെടുത്ത് നോക്കുമ്പോൾ ഇന്നലെ പഠിച്ചതെല്ലാം റീകോൾ ചെയ്തു. പ്രയാസാവോ? ഇല്ല. 7-മത്തെ ദിവസം റീകോൾ ചെയ്യുമ്പോഴും സെയിം ആയിരിക്കും. 30-മത്തെ ദിവസം റീകോൾ ചെയ്യുമ്പോഴും സെയിം ആയിരിക്കും. 90-മത്തെ ദിവസം റീകോൾ ചെയ്യുമ്പോഴും സെയിം ആയിരിക്കും. ഈ വിഷയം ഒരു എക്സാമിന് വേണ്ടി ക്വസ്റ്റ്യനായി വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസം നേരിടില്ല. ഇതിനാണ് സ്ട്രോങ് റിവിഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിച്ച് ശീലമുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഭയപ്പെടണ്ട.